ശരണി, അഖിൽമാരാർ ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെടുത്തോളം സംസാരിക്കും. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാം. ബിഗ് ബോസ് ഹൗസിൽ 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. എന്തോ കാണിച്ചെന്നാ പറയുന്നത്. തെറ്റ് ചെയ്യാത്ത ജിൻഡോയെ തെറ്റുകാരനാക്കി. സ്വന്തം ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ജാസ്മിൻ സിമ്പിളായിട്ട് പറയുന്നു, ലാലേട്ട ഒരു ബ്ലോക്കേ ഉള്ളൂ. ആ ജാസ്മിൻ തന്നെ ഗബ്രി പോയപ്പം ഫോട്ടോ എടുത്ത് കരയുന്നു. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുഖംമൂടിയാണോ? 65 ദിവസം നിലനിന്നത് ശരണ്യയുടെ കഴിവ് കൊണ്ടാണോ? ശരണ്യ ഇട്ട വസ്ത്രരീതിയാണോ? കഴിവുകൊണ്ട് തന്നെയാണ്. തുണി മാത്രം ഇട്ട് ടാസ്ക് ഒന്നും ചെയ്യാതെ അവിടെ ഞാൻ എന്റെ കോവിലത്തെ റാണി ഇരിക്കുന്ന മാത്രം ഇരുന്നായിരുന്നെങ്കിൽ ഞാൻ ബിഗ് ബോസിന്റെ 65 ഡേയ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യൂല. ഒരു പെൺകുട്ടി മോഡേൺ ഡ്രസ് ഇട്ടാൽ അവര് കൊള്ളത്തില്ല. ആ കോൺസെപ്റ്റ് ഒക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അപ്പൊ ശരണ്യ പറയുന്നത് എന്റെ വീട്ടുകാർക്കും എന്റെ ഹസ്ബൻഡിനും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു പാതി നാട്ടുകാർക്കും പ്രശ്നമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിന്റെ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആകാശഗംഗയിലെ ക്യാരക്ടർ, കുടുംബ വിളക്കിലെ വില്ലത്തി, ഡാൻസ് പെർഫോമൻസിലെ കണ്ടസ്റ്റന്റ്, ബിഗ് ബോസിന്റെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ശരണി. നമസ്കാരം. നമസ്കാരം. ഹാപ്പിയാണോ? ഹാപ്പി ഹാപ്പി. ഞങ്ങൾക്ക് അതിലും ഭയങ്കര ഹാപ്പി. കാരണം ബിഗ് ബോസ് സീസൺ 6 ചരിത്രത്തില് എയർപോർട്ടിൽ വരുമ്പം ഇതുവരെ ഇല്ലാത്ത ജനസാഗരമാണ് ശരണ്യക്ക് വന്നത്. എന്തോ തോന്നുന്നു, അവരോട് എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ? ടു ബി ഫ്രാങ്ക്, ഞാൻ അവിടെ വന്ന സമയത്ത് എന്തായാലും ക്രൗഡ് ഉണ്ടാവും അറിയായിരുന്നു. പക്ഷെ ഇത്രയും ക്രൗഡ് ഉണ്ടാവും ഗബ്രി വന്നപ്പം പോലും ഒരു റോസാപ്പൂ കൊടുക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. അത് ശരണ്യ തിരുത്തി. ഞാൻ തിരുത്തിയോ എന്ന് എനിക്കറിയില്ല. ഗബ്രിന്റെ ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര പ്ലേയും ഗെയിംസും ഒക്കെ ആയിരുന്നല്ലോ ബിഗ് ബോസ് ഹൗസിൽ. എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷേ ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് മാല ഇടല്, റോസാപ്പൂ തരല് ഭയങ്കരമായിട്ട് എല്ലാവരുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടായിരുന്നു, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള മുഖമാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നിട്ടില്ല, ഇപ്പോഴും തുറന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഒരു ഉള്ളിൽ നിന്ന് ഒരു കോൺഫിഡൻസ് വന്നു. ഞാൻ എന്തോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ പോലും മീഡിയസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇത്രയും ക്രൗഡ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ ആ വീഡിയോയുടെ താഴെ തന്നെ വരുന്ന കമന്റ്, ഇത് ഒരു തലയ്ക്ക് 5000 രൂപ കൊടുത്ത് ഇറക്കിയതാണോ? അപ്പൊ അങ്ങനെയുള്ളവരോട് എന്തോ പറയാനുള്ളത്? ഒരു തലയ്ക്ക് 5000 രൂപ. 5000 കുറഞ്ഞു പോയില്ലേ? എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കമന്റ്സ് വായിച്ചില്ല. പക്ഷെ ഈ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വേറെ എന്തെങ്കിലും പണിയൊക്കെ നോക്കിക്കൂടെ മനുഷ്യ. എനിക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട്. ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് പോയിരിക്കുന്നത് എന്റെ പാരന്റ്സ്, എന്റെ അമ്മ. അത് വലിയൊരു ചോദ്യമാണ്. ഔട്ട് ആയതിനു ശേഷം എല്ലാവരും ആ ദിവസം അല്ലെ പിറ്റേ ദിവസം കൊച്ചി എയർപോർട്ടിൽ വരും. ശരണ്യ എന്തുകൊണ്ട് വന്നില്ല? എനിക്ക് 2 വീടുണ്ട്. എനിക്ക് എന്റെ കെട്ടുവിനെ ആദ്യം പോയി കാണണ്ടേ. കെട്ടുവിന്റെ കൂടെയാണ് ഞാൻ എയർപോർട്ടിലേക്ക് വന്നത്. അതെന്താണ് മനസ്സിലാക്കാത്തത്? സോ ആദ്യം ഞാൻ നാഗ്പൂരിൽ പോയി, അവിടുന്ന് എന്റെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു, എന്നിട്ട് കൊച്ചിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോയി, അവിടുന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ശരണ്യയുടെ PR വർക്ക് ചെയ്യുന്ന ആരാ? ഞാൻ കേട്ടത് ഒറ്റ പേരേ ഉള്ളൂ. ആ പേര് വെളിപ്പെടുത്തണം ശരണ്യ. പേര് വെളിപ്പെടുത്തിയേ പറ്റൂ. ആരാ? എനിക്ക് PR ഇല്ല. ഉണ്ടോ? ശരണ്യയുടെ ഹസ്ബൻഡ് രാവിലെ മുതൽ കഷ്ടപ്പെട്ടിട്ട് എന്നാ വർത്താനമാ? PR ആണോ? പിന്നെ അതെന്റെ കെട്ടിയവനാണോ മനുഷ്യ? എന്നാലും അത്രയും സപ്പോർട്ട് ചെയ്യുന്ന വേറെ വ്യക്തികളുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ചോദ്യം. എന്റെ ജീവിതത്തിൽ അതിന് നിങ്ങൾ PR പറയോ, റിലേഷൻഷിപ്പ് എന്ന് പറയോ, ഹസ്ബൻഡും നിങ്ങളുടെ കെമിസ്ട്രി പറയോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് എന്റെ എല്ലാം എന്റെ മനുഷ്യേട്ടനാണ്. സോ ചിലപ്പം PR അൾട്ടിമേറ്റ് ലെവലിൽ വരെ പോവാൻ സാധ്യതയും കഴിവും ഒക്കെ കാണിച്ചെന്നിരിക്കും എന്റെ ഹസ്ബൻഡിനോടുള്ള സ്നേഹം എത്രമാത്രമാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കണ്ടതാ. പക്ഷേ ഞാൻ ഹസ്ബൻഡ് ഷർട്ട് തരാൻ നേരത്ത് ആ ഷർട്ട് സ്നേഹിക്കുകയും ചേട്ടന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുകയല്ല നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ശരണ്യക്ക് അതിന്റെ അകത്തൊരു പ്രണയം വന്നില്ല? ഇതില് തന്നെ ഇല്ല ആൻസർ. ആ ഷർട്ടിനോട് പ്രണയമല്ല, പിന്നെ എങ്ങനെ എനിക്ക് വേറെ ആരോട് പ്രണയം? പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ നോക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ പ്രണയം വരുന്നവരുണ്ട്. ശരണ്യക്ക് ലുക്കുണ്ട്, ആരാണെങ്കിലും ഒന്ന് നോക്കും. എന്തുകൊണ്ട് ആ ശരണ്യക്ക് ഒരു പ്രേമം പൊട്ടിമുളച്ചില്ല? എനിക്ക് എന്റെ കെട്ടിയവനോട് അത്രയ്ക്കും സ്നേഹമായുണ്ട്. കെട്ടിയവനെ പറ്റി ഒരു വാക്ക് പറഞ്ഞ എന്ത് പറയും? രജനികാന്ത് ടൈംസ് ലവ് ഫോർ ഹിം
ശരണ്യ മലയാളത്തിൽ പറയൂ. രജനികാന്തിനെ രജനികാന്തേ പറയാൻ പറ്റുള്ളൂ. അതെ അതെ. രജനികാന്തിനെ സ്നേഹിക്കുന്ന അത്രയും ഒത്തിരി 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 ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനും എൻ്റെ എല്ലാം 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 എൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ ഹസ്ബൻഡാണ്. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ആകാശഗംഗ സ്റ്റേജ് ഡാൻസർ, ഒരുപാട്. സ്റ്റേജ് ഡാൻസറിന്റെ ഉദ്ദേശം എന്താ? സ്റ്റേജ് ഡാൻസർ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയല്ലല്ലോ അതിനെ പറയാ, പെർഫോമർ എന്ന് പറയണം. കട്ട് ചെയ്യണേ. പെർഫോമർ. ശരിക്കും ഇതിലേത് ശരണ്യ റിയല്? ബിഗ് ബോസിലെ ശരണ്യാണോ, സിനിമ നടി ശരണ്യാണോ, ഡാൻസർ ശരണ്യാണോ, ഏത് ശരണ്യ റിയല്? ശരണ്യ എന്ന് പറഞ്ഞത് ശരണ്യ എന്ന് പറഞ്ഞ ആള് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരാളാണ് ശരണ്യ. അതെ. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആക്ഷൻ എന്ന് പറഞ്ഞ ആക്ട് ചെയ്യും, നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് സ്റ്റെപ്സ് എല്ലാം പഠിപ്പിച്ചാൽ ഡാൻസ് കളിക്കും, വീട്ടിൽ പോയാൽ ഒരു നല്ല കുടുംബിനിയാവും, സെറ്റിൽ പോയാൽ നല്ല പ്രൊഫഷണൽ ആവും, ബിഗ് ബോസിൽ പോയാൽ ഒറിജിനൽ ആവും. എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും അല്ലേ? എന്നെ ഏൽപ്പിക്കുന്ന ജോലിയല്ല, ഞാൻ എവിടെയുണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ മാറും. ദാറ്റ് ഈസ് മൈ ഇൻഡിവിജ്വൽ ക്യാരക്ടർ. അതായത് എന്റെ ഒരു സിഗ്നേച്ചർ ഞാൻ പതിപ്പിക്കും എവിടെ പോയാലും. പതിപ്പിക്കും, ഒരു മാറ്റവും. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞായിരുന്നല്ലോ, ഐ വോണ്ട് ടു ക്രിയേറ്റ് ശരണ്യാസ് ലെഗസി എന്ന്. പക്ഷെ ശരണ്യ ചിന്തിക്കേണ്ട ഒരു ബിഗ് ബോസ് ഷോ ശരണ്യെ പോലെ മിണ്ടാതിരിക്കുന്ന വ്യക്തികൾക്കുള്ളതാണോ? അവിടെ നിന്ന് കൂട്ടിത്തല്ല്, തമ്മിലിടി, അതല്ലേ ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റന്റ്? ലാലേട്ടൻ പറയുന്നത് എന്താ, എല്ലാം വീക്കിലി വന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന വരക്കിടാൻ മാത്രമാണോ? അല്ല, അങ്ങനെയല്ലേ ചോദിക്കുന്നത്? ആണോ? എന്റെ ചോദ്യം ഇപ്പൊ പ്രേക്ഷകർക്ക് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറില്ല. വീക്കിലി എപ്പിസോഡില് ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന എന്താ, മാത്രമല്ല അല്ല പറ, സ്നേഹ സൗഹൃദം എല്ലാം കൂടെ വേണം. അപ്പൊ ആ സൗഹൃദം ശരണ്യ കാണിച്ചു ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ശരണ്യെ പലപ്പോഴാണെങ്കിൽ പോലും ശരണ്യ അങ്ങനൊന്നും പൊട്ടിത്തെറിക്കത്തില്ല. പക്ഷെ തെറിച്ചാ തെറിക്കും. ആണോ? ആണ്. ആ ഒരു പൊട്ടിത്തെറി ശരണ്യക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? എന്നെ ട്രിഗർ ചെയ്യാൻ വളർന്ന ആരും ഇല്ലായിരുന്നു അവിടെ, ഞാൻ എന്ത് ചെയ്യണം? ഇനിയും കുറച്ച് ദിവസങ്ങൾ കിട്ടിയിരുന്നു ചെയ്യുമായിരുന്നു. എന്നെ ട്രിഗർ ചെയ്താ ഞാൻ പൊട്ടിത്തെറിക്കും. എന്നെ ട്രിഗർ ചെയ്യാൻ കഴിവുള്ള അവിടെ ആൾക്കാർ കുറവായിരുന്നു. അതെന്റെ പ്രശ്നമാണോ? ആണോ അളിയ? അല്ലളിയ. പക്ഷെ ട്രിഗർ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ദിവസം പിടിച്ചിരിക്കുമായിരുന്നു? പിടിച്ചു നിൽക്കില്ല, പൊട്ടിത്തെറിക്കും. നല്ല രീതിയിൽ അത് ഇന്ന ഇത്രയും ദിവസം ഒന്നും ഇല്ല. ശരണ്യയുടെ മാക്സിമം ദേഷ്യം എത്ര ടൈം ഉണ്ട്? എന്റെ മാക്സിമം കുടഞ്ഞിരിക്കും. ആണല്ലേ? പക്ഷെ ബിഗ് ബോസ് ആയതുകൊണ്ട് ചെയ്യത്തില്ലായിരിക്കും, കൺട്രോൾ ചെയ്യുമായിരിക്കും, തെറി വിളിക്കത്തൊന്നുമില്ല. അത് നമ്മൾ കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും നീറ്റായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി വേറെ ഇല്ല. സീസൺ 6 ശരണ്യ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചിരിച്ചു നിൽക്കുന്നു. മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും പുറമെ പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ് ശരണ്യ. പക്ഷെ ശരണ്യ എന്ന് പറയുന്ന പേര് ഇന്നും ജനങ്ങൾ കാണുന്നത് ഡ്രസ്സിങ്ങിലാ. അതായത് ഡ്രസ്സ് ഇട്ട് എക്സ്പോസ് ചെയ്യുന്ന ശരണ്യെ ആളുകൾ കാണുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് 65 ദിവസം 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? തിരിച്ചു ചോദിക്കൂ, 65 ദിവസം ശരണ്യ ഇരുന്നത് എക്സ്പോസ് ഡ്രസ് ഇട്ടിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചേ. ഞാൻ എന്നോടോ? ഞാൻ ശരണ്യല്ല, അജിനാണല്ലോ. അല്ല, ഒന്ന് ചോദിച്ചു നോക്കുക. എപ്പിസോഡ്സ് കണ്ടോ? കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ശരണ്യ എല്ലാ ദിവസം എക്സ്പോസ്ഡ് ഡ്രസ് ആണോ? ഇനി ചോദ്യം വരും. ഇനി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, എല്ലാ ദിവസവും അല്ല. എക്സ്പോസ്ഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? ശരണ്യ കാണിച്ചത് എന്താണോ അതാണ് എക്സ്പോസ്. എന്താണ് മറ്റ് കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്തത് ശരണ്യ അവിടെ കാണിച്ചു. അതിന്റെ കഴിവല്ലേ? മറ്റ് കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്ത വ്യത്യാസമായിട്ട് നിന്ന് അതിന്റെ കഴിവാണ്. അതിന് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, ആ കഴിവാണോ ഡ്രസ്സിങ്ങിലൂടെ കാണിച്ചത്? ഏത് ഡ്രസ് ആണെന്നും കൂടി പറയണം. സാരിയിൽ എക്സ്പോസ്ഡ് ആണോ, അതോ ലെഹങ്കയിൽ എക്സ്പോസ്ഡ്, അതോ ജിംവേറിലാണോ? അപ്പൊ എടുത്തു പറയണം ജിംവേർ. എല്ലാം ഡ്രസ് എന്ന് പറയരുത്, എല്ലാം ഡ്രസ് എന്ന് പറയരുത്. ജിംവേറിൽ നമുക്ക് എക്സ്പോസ്ഡ് തോന്നി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ശരണ്യോട് ചോദിക്കുന്നത്, ആ ജിംവേർ ഇട്ടത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു? അപ്പൊ ആൻസർ പറയട്ടെ? പറയണല്ലോ. റെഡി ആണല്ലോ? തീർച്ചയായിട്ടും. നമ്മുടെ ബിഗ് ബോസില് ഒരു സ്മോക്കിംഗ് റൂം എന്ന് പറഞ്ഞ റൂം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സ്മോക്ക് ചെയ്യുന്ന നല്ല കാര്യമാണോ? നല്ല കാര്യമല്ല. സ്മോക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യത്തില്ല. നല്ല കാര്യമല്ലല്ലോ. അത് എത്ര പേര് കാണുന്നുണ്ട്? ഈ കുട്ടികൾ. ഒരു മിനിറ്റ്, എന്റെ ചോദ്യം അതല്ല, ഞാൻ പറഞ്ഞോട്ടെ.
എന്റെ അവസരമാണല്ലോ, ആണോ അല്ല? ആണ് ശരണി. എന്നാൽ ഇതൊന്ന് ക്ലിയർ ചെയ്യണം, അല്ലെ ആൾക്കാർ പറയും ശരണി വലിക്കുമെന്ന്. ശരണി സ്മോക്ക് ചെയ്യും. അത് ആ എപ്പിസോഡ് കാണുന്നവർക്കറിയാം ഞാൻ വലിക്കത്തില്ല, അങ്ങനത്തെ സ്വഭാവങ്ങളോ എനിക്കില്ല. അപ്പൊ അതിലേക്ക് ഇനി കൊണ്ടുപോയി എത്തിക്കണ്ട, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ആ സ്മോക്കിംഗ് റൂമിൽ സ്മോക്ക് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ കാണുന്നുണ്ട്, ലേഡീസ് കാണുന്നുണ്ട്, ജെന്റ്സ് കാണുന്നു, എല്ലാവരും കാണുന്നുണ്ട്. അതൊരു നല്ല ഒരു മെസ്സേജ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതെ അതെ ആണല്ലോ. അപ്പോ എന്നിട്ടും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ അത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ അവിടെ ഇട്ടത് ജിം വെയർ ആണ്. ഓക്കെ, എന്റെ ഏതെങ്കിലും പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിരുന്നോ? എന്റെ ചോദ്യത്തിന്റെ എന്റെ ഇങ്ങനെ ചെയ്താൽ വേണ്ടി വരും. ശരണി, എന്റെ ചോദ്യം എന്ന് പറയുന്നത് ശരണ്യ ഇട്ടേക്കുന്ന ജിം സ്യൂട്ട് ഉണ്ടല്ലോ, എക്സ്പോസ് തന്നെയായിരുന്നു. പുറമെ ഒന്നും കാണത്തില്ലെങ്കിലും കാണുന്നുണ്ടായിരുന്നോ? ശരിക്കും അതിലും കാണുമായിരുന്നു. അതും കൂടി ചെയ്തുതരാം. അല്ല, ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് പറയുന്നില്ല. കുട്ടികള്, കുടുംബ പ്രേക്ഷകര്, ഇവരെല്ലാം ഒന്നിക്കുന്ന അല്ല ഇവരെ എല്ലാം പ്രേക്ഷകർ കണ്ണുകൊണ്ട് കാണുന്ന ഷോ ആണോ ബിഗ് ബോസ്? അതെ, അതന്നെ എന്റെ ചോദ്യം. ഈ സ്മോക്കിംഗ് ഒക്കെ എല്ലാം കാണുന്ന ആൾക്കാരും കൂടി ഉണ്ടല്ലോ ബിഗ് ബോസ്. അത് തെറ്റാണെങ്കിൽ ഇതെന്തുകൊണ്ട് തെറ്റായിക്കൂടാ? ഇത് തെറ്റല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, എന്റെ പോയിന്റ് പറയാം. ജിമ്മിൽ നമ്മൾ ബിഗ് ബോസ് ഹൗസില് മോർണിംഗ് നിങ്ങള് ഫുൾ ഡേ ഇരുന്ന് കാണുമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഡേയില് 3 ടാസ്ക് ചെയ്യാനുണ്ട്. നമ്മൾ ആ ടാസ്കിന്റെ കൂടെ തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം, നമ്മൾ വീട്ടിലത്തെ ആക്ടിവിറ്റീസ് ചെയ്യണം, എല്ലാം ചെയ്യണം. അത് ഞാൻ കണ്ടായിരുന്നു, മുട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. അത് അതിന്റെ ഇടയ്ക്ക് മുട്ട കയറ്റണ്ട അവിടെ. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഇനിയിപ്പോ ടാസ്ക് വരുമ്പോ വീണ്ടും തുണി മാറുക, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ വീണ്ടും തുണി, ഇന്നുള്ള ഗ്യാപ്പോ സമയമൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാ സമയമുണ്ട്? അവരൊന്നും ഇടുന്നില്ല ജിം വെയർ. അവരിടുന്ന തുണി കൊണ്ട് തന്നെ അവർക്ക് ഓക്കെയാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി 3 വർഷം കൊണ്ട് സ്റ്റൈൽ ഐക്കോണിന്റെ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ സ്റ്റൈൽ റിപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കേരളത്തിലല്ല, എനിക്ക് ഇനി എവിടെ പോയാലും എനിക്ക് എന്റേതായിട്ടുള്ള മാർക്കും സ്റ്റൈലിങ്ങില് ഫാഷനിൽ ഒരു വലിയ സ്റ്റൈലിംഗ് കൊണ്ടുവരാനും അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ഞാനുള്ളത്. ഒരു മിനിറ്റ്, എനിക്ക് കിട്ടുന്ന ഏത് അവസരവും ഞാൻ എൻ്റെ ദൈവം തരുന്ന അവസരമായിട്ട് അത് ഞാൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് മൈ സ്കിൽ. എവിടെ പ്ലാറ്റ്ഫോം കിട്ടിയാലും ഞാൻ അത് യൂസ് ചെയ്തു. ഞാൻ പറയട്ടെ, ഇവിടെ വന്നില്ല, നിങ്ങൾക്ക് ഇനി ഇത് എക്സ്പോസ് ആണെന്ന് പറയാലോ. ഇത് എക്സ്പോസ് അല്ല, അല്ല, ആ ജിം വേറെ എക്സ്പോസ്ഡ് ആണ്. ഒന്ന് പറഞ്ഞു തീർക്കട്ടെ സഹോദര, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ജിം വെയർ ഇടാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഫ്ലെക്സിബിലിറ്റി, എനിക്ക് മൂവ്മെന്റ്സ്, എനിക്ക് ആക്ടിവിറ്റീസിനൊക്കെ അതാണ് എന്റെ കംഫർട്ട് സോൺ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഒരു ദിവസം തന്നെ 3 ടാസ്കുകൾ, ഇപ്പൊ എനിക്ക് അതൊക്കെയാണ് കംഫർട്ട് സോൺ. ഇനി പല ആൾക്കാരുടെ കാഴ്ചപ്പുറത്താണ് ഇത് ഇഷ്ടപ്പെടുന്ന മെജോറിറ്റി ആൾക്കാരുണ്ട്. ജിം വെയർ ഇട്ട് ജിം ചെയ്യുന്ന ലേഡീസും ജെന്റ്സും ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയുള്ള ഷോർട്സ് ആണുങ്ങൾ അവിടെ ഇട്ട് നടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇപ്പം ജിം ചെയ്യേണ്ട സമയമല്ലേ, ആ സമയത്ത് ഷോർട്സ് ഇട്ടാൽ മതി, പിന്നെ നിങ്ങൾക്ക് മറ്റേ ലുങ്കിയോ എന്താന്ന് വെച്ചിടാന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആണുങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, മനുഷ്യന്മാർക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ശരണ്യ ഇട്ട ഡ്രസ്സിൽ ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കാര്യം അത് എക്സ്പോസ്ഡ് അല്ല, കാണുന്ന ഓരോ പ്രേക്ഷകർക്കും എക്സ്പോസ് ആണ് കാണാം. ഒരു കോസ്റ്റ്യൂം സ്കിൻ ഫിറ്റ് ആയെങ്കിൽ അത് എക്സ്പോസ്ഡ് അല്ല, ഓപ്പൺഡ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എക്സ്പോസ്ഡ്. ഞാൻ അതിലും ഭേദം ഓപ്പൺ ആയിരുന്നു. അത് നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ, എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്റെ അല്ല, ഓരോ കമന്റിലും ആയിക്കോട്ടെ. അത് ഞാൻ പറയട്ടെ, ഈ പറയുന്നവർക്ക് 2 വേയിലും തിങ്ക് ചെയ്യാം. ജിം വെയർ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം, ജിം വെയർ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവാം. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ആൾക്ക് ഇനിയുള്ള ഓരോ തലമുറകൾക്കും തുണി വെച്ച് നിങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി തന്നെ എടുത്തോട്ടെ, ഒരു മോഡേൺ ഡ്രസ് ഇട്ട അവള് പോക്ക്, നോ, താങ്കളല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവെ പറയാം. ഒരു പെൺകുട്ടി മോഡേൺ ഡ്രസ് ഇട്ടാൽ
അവര് കൊള്ളത്തില്ല. ഒരു പെണ്ണ് സാരി ഉടുത്ത് അല്ലെങ്കിൽ ചുരിദാറിട്ട് അല്ലെങ്കിൽ ധാവണി ഉടുത്ത പെർഫെക്റ്റ്. ആ കോൺസെപ്റ്റ് ഒക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതൊക്കെ അന്ധകാലം. അന്ധകാലം. ഇനിയുള്ള തലമുറകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് തുണിയും കാര്യങ്ങളിലും അല്ല, ഇൻഡിവിജ്വൽ. ജിംബേർ മാത്രം പിടിച്ചു താങ്ങിക്കൊണ്ടിരിക്കുന്ന അജിയോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു, കുട്ടികൾ കാണുന്നത് തന്നെ, ഞാനതില്ലെന്ന് പറയുന്നില്ല. എക്സ്പോസ് ചെയ്യുന്ന ജിംബേർ ശരണ്യക്ക് ഇല്ലായിരുന്നെങ്കിൽ, എക്സ്പോസ് അല്ല അളി, അത് ആദ്യം മനസ്സിലാക്കും. എക്സ്പോസ് ആണ്, എക്സ്പോസ് ആണ് ചങ്ക, ആണ് ചങ്ക, ചങ്കയാണ്. ഓക്കെ, എക്സ്പോസ് ഉള്ള ഡ്രസ് ഇനി എക്സ്പോസ് അങ്ങ് മാറ്റി വെക്കോ. ജിംബേർ ശരണ്യക്ക് ഇല്ലായിരുന്നെങ്കിൽ ശരണ്യ 65 ദിവസം പിടിച്ചു നിൽക്കുമായിരുന്നു. തീർച്ചയായും. ഞാൻ ഒരു കാര്യം പറട്ടെ, ഈ 65 ദിവസം ആ ജിം തുണിയിട്ട് മാത്രം ബാങ്കട കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ശരണ്യ. എന്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു? ഞാൻ അവിടെ എന്തൊക്കെ ചെയ്തു എന്നറിയാമോ? ഓരോ ഈ പവർ റൂമിൽ കയറിയായിരുന്നോ ഞാൻ? ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഞാൻ പവർ റൂമിൽ കയറിയായിരുന്നോ? പവർ റൂം ഉള്ളത് കൊണ്ടാണല്ലോ 65 ദിവസം പിടിച്ചു നിന്നത്. എന്റെ ചോദ്യം അതാണ്, പവർ റൂമിൽ ഞാൻ കയറിയായിരുന്നോ? പവർ റൂമിൽ കയറണമെങ്കിൽ നമ്മൾ ടാസ്ക് ചെയ്യണം. അതെ, ഇൻഡിവിജ്വൽ ടാസ്ക്. ഞാൻ ഒന്ന് പോലും തോറ്റിട്ടില്ല. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെണ്ണുങ്ങളിൽ ഏറ്റവും ബെസ്റ്റ്, പെണ്ണുങ്ങളല്ല ആണുങ്ങൾക്ക് ടക്കറായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഇനി ഇൻഡിവിജ്വൽ ടാസ്ക് അല്ലാതെ ഈ സീസൺ എന്ന് പറഞ്ഞ ഒരു ടീം വർക്ക് ആയിരുന്നു. ഒരിക്കലും അല്ല, ടീം വർക്ക് ആയിരുന്നു അളിയ. ഡെൻ എന്ന് പറഞ്ഞ എന്തുവാ, അതിനകത്ത് എല്ലാരും കൂടി ടീം വർക്കാ ചെയ്യുന്നത്. എല്ലാം ടാസ്ക് ടീം ടാസ്കാ. ടീം ജയിക്കുമ്പോഴല്ലേ ഈ പവർ റൂമിൽ പോകുന്നത്. എപ്പിസോഡ് കണ്ടിട്ടില്ല, ടീം വർക്ക് ആയതുകൊണ്ടാണോ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ തെറ്റുകാരനാക്കിയത്? ആര്? ജിൻഡോ. മുടിയെ പിടിച്ചെന്ന് പറഞ്ഞു, ജിൻഡോ അല്ലത് പിടിച്ചത്. ശരണ്യക്ക് വേണേ തിരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരുക. അതായത് ശരണ്യയുടെ ഏത് വീഡിയോ എടുത്താലും ശരണ്യക്ക് വരുന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്ത ജിൻഡോയെ തെറ്റുകാരനാക്കി. ജിൻഡോയുടെ സ്ഥാനത്ത് വേറെ ആരായാലും ആണെങ്കിൽ പ്രതികരിച്ചേനെ. പക്ഷെ ശരണ്യ വീഡിയോ കണ്ടോ? കണ്ടു. ജിൻഡോയാണോ ചെയ്തത്? ഞാന് അതെന്തോ പ്രേക്ഷകർക്ക് പറയാനുള്ളത് പറയാം. അതോ ജിൻഡോ അവിടെ ചിത്രീകരിക്കുമായിരുന്നു മോശക്കാരനായിട്ട്? അല്ല, ഞാൻ പറയാം. എന്റെ ആ കാര്യത്തിൽ ഞാൻ പറയാം. ന്യായമുള്ള കാര്യത്തിൽ നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പൊ നമുക്ക് ന്യായമുള്ള കാര്യത്തിൽ സമാധാനമായിട്ട് സംസാരിക്കാം. മറ്റേ ഫേസ് കണ്ടല്ലോ, അത് വരുന്നുണ്ട്. നമ്മൾ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ജിൻഡപ്പൻ എന്ന് പറഞ്ഞ ആൾ ആദ്യം ഋഷിയുടെ കൂടെ ഒരു ബഹളം ഉണ്ടായി, ഒരു ഫൈറ്റ് പോലെ ഉണ്ടായി. രണ്ടാമത് ഗബ്രിയുടെ കൂടെ ഒരു ഫൈറ്റ് പോലെ ഉണ്ടായി. അതിലെല്ലാം എക്സ്ക്യൂസ് കിട്ടിയിട്ടാണ് മൂന്നാമത് എൻ്റെ കൂടെ ഫൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, എൻ്റെ കൂടെ ഫൈറ്റ് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ടോക്ക് വന്നത് മുടി പിടിച്ച് വലിക്കുന്നത് ശരിയാണോ എന്നുള്ള ടോക്കാണ് സോഷ്യൽ മീഡിയയിലും അവിടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അവിടെ കണ്ടസ്റ്റന്റിലുള്ള ഒരു ടോക്ക്. പക്ഷേ ശരണ്യ എന്ന് പറഞ്ഞ വ്യക്തി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ട ജിൻഡപ്പൻ എന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കോർണർ ഇടിച്ചു, ചില്ലെനിക്ക് പുറകിൽ അത് കൊണ്ടു, മുടി പിടിച്ച് വലിച്ചതായിട്ട് ജിൻഡപ്പനാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ എപ്പിസോഡ് എടുത്ത് കാണിച്ചു തരാം ലൈവ്. ഒരു മിനിറ്റ് ഞാൻ എടുത്ത് കാണിക്കാം. തോന്നുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ഉറപ്പാണോ? അത് ആയിരിക്കും തോന്നുന്നു. പിന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ തല താഴെയാണ്. എടുത്ത് നോക്കണം, എൻ്റെ തല താഴെയാണ്. ഞാൻ കുനിഞ്ഞിരിക്കുകയാണ്. പുറകിൽ മുടി വലിക്കുന്നത് ആരാണ്, പിടിച്ചെന്നെ കൊണ്ടുപോകുന്ന ആരാണ്, ജിൻഡപ്പനെ പുറകിലോട്ട് വലിക്കുന്ന ആരാന്ന് എനിക്കറിയില്ല. എനിക്കൊരു കുത്തിനിട്ട് ഇടിയും പുറകിൽ ഒരു ഇടിയും കൊണ്ട പെയിന്റിൽ ഞാൻ താഴെയാണ്. ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ ഉള്ള ആൾക്കും പറയാൻ തരുന്ന ക്ഷമ എന്ന് പറഞ്ഞ ഓക്കെ, താങ്ക് യു. അപ്പോ ഇങ്ങനെ ഈ സമയത്ത് എന്റെ ഫ്ലോ കളഞ്ഞല്ലോ, സമാധാനമായല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വിഷ്വൽസ് വിസിബിൾ അല്ല. ഓക്കെ, അപ്പൊ എന്റെ ഒരു ഇതില് എന്റെ മുടി വലിച്ചിട്ടുണ്ട്. പലവരും പറയുന്നുണ്ട് ജിൻഡപ്പൻ വലിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ മുടി ഇവിടുന്ന് വലിക്കുന്നതും കണ്ട്, കൈ ഇവിടെ ഉണ്ട്, പക്ഷെ ആരുടെ കൈയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ്.
ഈ വിഷ്വൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ജിൻറ്റപ്പൻ്റെ ഫാൻസ് ആയിരിക്കാം എന്തോ ഇട്ടിട്ടുള്ളത് ഇത് കണ്ടു. ടു ബി ഫ്രാങ്ക്, അത് ജിൻറ്റപ്പൻ അല്ല. ആ കൈ ജിൻറ്റപ്പൻ്റെ ആയിരുന്നില്ല. മുടി വലിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ആ കൈ ജിൻറ്റപ്പൻ്റെ ആയിരുന്നില്ല. ആ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വലിച്ച സമയത്ത് അത് അർജുൻ്റെ കൈ ആയിരുന്നു. സോ അതെനിക്ക് മനസ്സിലായോണ്ട് ഞാൻ ടു ബി ഫ്രാങ്ക് എല്ലാ ജിൻറ്റപ്പൻ ഫാൻസിനോട് പറയുന്നു, എനിക്ക് അറിയാത്ത കാര്യമായിരുന്നു. ഐ അപ്പോളജൈസ്, ബിക്കോസ് എനിക്കത് അറിയത്തില്ല. പക്ഷെ ജിൻറ്റപ്പൻ ഇത് ചെയ്തത് എനിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ മുടിന്റെ കാര്യത്തിൽ ഹി വാസ് നോട്ട് സോ. ഒരു മിനിറ്റ്, ഇങ്ങനെ ചെയ്യുന്ന ശരിയാണോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് തന്നെ. പക്ഷെ ഇപ്പൊ പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ജിൻറ്റപ്പൻ ഫാൻസ് അല്ലേ, നിങ്ങൾക്ക് എന്റെ എപ്പിസോഡ്സ് ഒരു മിനിറ്റ് ഹോട്ട്സ്റ്റാറിൽ ഉണ്ടാവും. ആ എപ്പിസോഡ് വൈറൽ എപ്പിസോഡാണ്, എടുത്ത് നോക്കണം. ലാലേട്ടനോട് നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എടുത്ത് നോക്കുക. പക്ഷേ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്ന് നമ്മളിത് കാണുമ്പോൾ ഞാൻ ആസ് എ ശരണ്യാണ്, ഞാൻ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അത് ജിൻറ്റപ്പൻ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ തെറ്റുകാരനാക്കിയിട്ട് പിന്നെ ക്ഷമ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കേസ് അല്ല, പിന്നെന്തുവാ? രണ്ടാമത്തെ കേസ് ജിൻറ്റപ്പൻ പോലും എനിക്ക് കൈ തന്നു. ജിൻറ്റപ്പൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ആ ജിൻറ്റപ്പൻ പോലും മുടീന്റെ കാര്യത്തിനല്ല, ഇങ്ങനെ നിന്നെ ചെയ്യാൻ പാടില്ല, നീ ഒരു പാവാടി, സോറി ഇടുന്നു, ഞങ്ങൾ കൈ കൊടുക്കും. അതാണ് ഞങ്ങളുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. നിങ്ങളുടെ കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടു. ഒരു ദിവസം കൊണ്ട് പ്രേമിക്കുന്നു, 2 ദിവസം കൊണ്ട് തേക്കുന്നു. നല്ല അടിപൊളി കണ്ടസ്റ്റന്റ്. ഞാനാണോ ആള്? അല്ല, ശരണ്യല്ല. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് പിന്നെന്തിനാ ഞാൻ ശരണ്യ പറയുന്നു മറ്റുള്ളവർ ജിൻഡോയാന്ന് പറയുന്നത് കേട്ടു, ഞാൻ ജിൻഡോയാന്ന് പറഞ്ഞു. മറ്റുള്ളവർ വാക്ക് കേട്ട് പറയുന്ന വ്യക്തിയാണോ? അല്ല, മറ്റുള്ളവർ കേട്ടോണ്ട് മാത്രല്ല, എന്റെ മുടി ഇവിടെ വലിച്ചതും കൈ ഇവിടെ ഉണ്ട്. പക്ഷെ ആ കൈ പിടിച്ചത് ആരാന്നുള്ളത് പുറകിൽ നിന്നുള്ള വലിയായിരുന്നു, അത് എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോ വന്നിട്ട് ഈ ചേട്ടന് മൂക്കിട്ട് 3 ഇടി ഇടിച്ചിട്ട്, ചേട്ടൻ കുനിയുമ്പോ പുറകെ ഇടിച്ചിട്ട് ഈ ചേട്ടൻ വന്ന് ഇടിച്ചിട്ട്, അപ്പൊ ചേട്ടൻ ആര് പറയും? എന്നെ പറയത്തു. ഞാൻ റോക്കിയല്ല, റോക്കിയല്ല ഞാൻ. ആവാതിരിക്കട്ടെ. അപ്പം ജിൻഡോയോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചല്ലോ, അറിയാത്ത കാര്യം. ഞാൻ ജിൻറ്റപ്പൻ പുറത്തൊന്ന് വരട്ടെ, എന്നിട്ട് വേണം ജിൻറ്റപ്പ അത് നീ അല്ലായിരുന്നടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശരണ്യയുടെ ജിംബേറിനെ എനിക്ക് കൊണ്ട് വിടാൻ ഉദ്ദേശമില്ല. ശരണ്യ ആയിക്കോട്ടെ, വിടണ്ട. ഈ കോസ്റ്റ്യൂം ഒക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? അല്ല, എനിക്ക് ബിഗ് ബോസ് ജിംബേർ തന്നെ ഇടണമെന്നുള്ള പ്ലാനുകളൊക്കെ ആരാ പറഞ്ഞു തന്നെ? അങ്ങനെയല്ല, ഞാൻ കുറെ ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളുടെ വീക്കെൻഡ് ലാലേട്ടന്റെ എപ്പിസോഡിൽ നിങ്ങളൊരു വൈറ്റ് ചന്ദനവും ഓറഞ്ചും മിക്സ് ഉള്ള ഒരു സാരി നിങ്ങൾ കണ്ടത്. അത് ഇന്ത്യാസ് ടോപ്പ് ഷോ ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞ വലിയ ഷോയില് ദീവ സാരീസ് എന്ന് പറഞ്ഞ ഇവര് ബ്രാൻഡ്, അവര് എൻ്റെ പേരിൽ തന്നെ ലോഞ്ച് ചെയ്ത സാരിയാണത്. മനസ്സിലായോ? അപ്പം അത്രയ്ക്കും ഇന്ത്യാസ് ടോപ്പിൽ വരുന്ന ഷാർക്ക് ടാങ്ക് പോലത്തെ ഷോയിൽ വന്നിട്ടുള്ള ഡിസൈനർ ആൾക്കാരുടെ സംഭവം ഞാൻ നമ്മളുടെ കേരളത്തിൽ ബിഗ് ബോസ് ഷോയിൽ അത് റിപ്രസെന്റ് ചെയ്യുവാണ്. ഞാനത് കൊളാബറേഷൻസ് എല്ലാവരിലും എത്തിക്കുകയാണ്. അതൊക്കെ നല്ല ഒരു കാര്യങ്ങളാണ്, നിങ്ങളത് നല്ല കാര്യമാണ്. പക്ഷെ ശരണ്യ ഇത് പറയുമ്പോഴും ഓഡിയൻസിന് ഒരു ചോദ്യമുണ്ട്, കൊളാബറേഷൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണോ ശരണ്യ ബിഗ് ബോസിൽ പോയത്? കൊളാബറേഷൻ മാത്രമല്ല ചെയ്യുന്നത്. കാരണം ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, നമ്മൾ ഈ തുണികളിൽ വെച്ചിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ പുറത്ത് ഇനി ലേഡീസിനോ ജെൻസിനോ ആർക്കും നമ്മൾ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പാടില്ല. ഐ മീൻ, കാഴ്ചപ്പാട് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനത്തെ വസ്ത്രം ഇടുന്ന മോശകരമാണെന്നുള്ള മെസ്സേജ്, അങ്ങനത്തെ മെസ്സേജ് കൊടുക്കാൻ പാടില്ല. കാരണം ഈ ഓരോരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സ് ആണ് അവർക്ക് എന്തിടണം എന്നുള്ളത്. എനിക്കിപ്പം അജിക്ക് എന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, സാരി ഉടുക്കുന്ന ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഫ്രീഡം ഒക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മളുടെ ഓൺ ചോയ്സ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്റ്റേജാണിപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഇഷ്ടമുള്ള തുണികളിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ബിഹേവിയർ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ. ശരിയെന്ന് തോന്നുന്ന ബിഗ് ബോസിൽ എനിക്ക് ഇത്തരം ബ്രാൻഡ്സ് ഇത്തരം എന്നെ വിശ്വസിച്ച് കൊളാബറേഷൻ ചെയ്യുന്നത് അത് നല്ല വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ഞാൻ എല്ലാവരെയും റീച്ച് ചെയ്യിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ റീച്ച് ശരണ്യയുടെ നിലനിൽപ്പിനെ ബാധിച്ചു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു. എങ്ങനെ? ഇപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായോണ്ടല്ലേ അവരെന്നെ ഇപ്പൊ
ഇപ്പൊ നിർത്തുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഞാൻ ഇടുന്ന കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഞാൻ എന്നെ സ്റ്റൈൽ ചെയ്യുന്ന രീതി, എൻ്റെ കൂടെ ബ്രാൻഡ്സ് കൊളാബറേറ്റ് ചെയ്ത ആ വസ്ത്രങ്ങൾ ഞാൻ ഉടുക്കുന്ന രീതി എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ അവരെന്നെ കാണാനായിട്ട് ഇനി മുന്നോട്ട് പോകും. ജിംവേർ മാത്രം കാണാൻ എന്റെ സുഹൃത്ത് എപ്പോഴും ബിഗ് ബോസ് ഓണാക്കുമായിരുന്നു. നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ നമ്മുടെ കേരളത്തിലായോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ നോർത്തിൽ എടുത്ത് നോക്കൂ, ഇത് കോമൺ ആയിട്ട് ജിംവേർ ഇട്ടുകൊണ്ട് റോട്ടില് നടക്കുകയാണ്. റോഡല്ല ബിഗ് ബോസ്, ബിഗ് ബോസ് റോഡാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്രയ്ക്കും കോമൺ ആണെന്ന്. അത് നമ്മളുടെ ഇത്ര വലിയ റിയാലിറ്റി ഷോയിൽ അതും ടാസ്ക് ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു ജിംവേർ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അത് മോശമാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ജിംവേർ എന്ന് പറഞ്ഞ് ഒത്തിരി പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ചോദ്യമാണ്, കാണിച്ചതുകൊണ്ട് പറഞ്ഞത് കേട്ടോ, കാണിച്ചിട്ടില്ല ഞാൻ, അത് എനിക്ക് വിശ്വാസമുണ്ട്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. എന്തോ കാണിച്ചെന്നാ പറയുന്നത്, ശരണ്യക്ക് എന്തോ കാണിച്ചെന്നാ എനിക്ക് ചോദിക്കാൻ പറ്റും. എന്ത് കാണിച്ചെന്ന് ബിഗ് ബോസ് ഹൗസില് 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം 65 ദിവസം ജിംവേർ മാത്രം ഇട്ടാണോ അജി എന്ന് പറഞ്ഞ ആള് കണ്ടത് തന്നെ? ഞാൻ കണ്ടതെല്ലാം ലാലേട്ടൻ വരുമ്പോ മാന്യമായിട്ടുള്ള ഡ്രസ് ഇടുന്നു. അല്ലാതെ പ്രേക്ഷകർക്ക് ശരണ്യെ നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലാലേട്ടന്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ഫാമിലി മെമ്പർക്ക് ഇല്ലാത്ത പ്രശ്നം, ഇല്ലാത്ത ടെൻഷൻ, ഇല്ലാത്ത BP അജിക്ക് ആവശ്യമുണ്ടോ? അജിന് ഇവിടെ ഇരിക്കുന്നത് ജനങ്ങളെ ഫേസ് ചെയ്തോണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അജി ചോദിക്കുന്നത് അല്ല. അജി ചോദിച്ചോ, പക്ഷെ ഞാൻ റിപ്ലൈ തരുന്നത് എനിക്ക് ജനങ്ങളോട് പറയാൻ ഉദ്ദേശമുള്ള പോയിന്റാണ്. അതിൽ വീണ്ടും വസ്ത്രം എടുത്തിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്റെ ചോദ്യത്തിന് ഒറ്റ ഉത്തരം തരാമോ? പറയൂ. ഞാൻ റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യുന്നു. 65 ദിവസം നിലനിന്നത് ശരണ്യയുടെ കഴിവ് കൊണ്ടാണോ, ശരണ്യ ഇട്ട വസ്ത്രരീതിയാണോ? കഴിവുകൊണ്ട് തന്നെയാണ്. ഞാൻ ഓരോ ടാസ്ക് നല്ല വൃത്തിക്ക് കളിച്ച് മുന്നോട്ട് പോയി ജയിച്ച് നിന്ന് പറയേണ്ടടുത്ത് നിന്ന് പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് കൊടുക്കേണ്ട കണ്ടന്റ് കൊടുത്തോണ്ട് മാത്രമാണ് ഞാൻ നിന്നത്. അല്ലാണ്ട് തുണി മാത്രം ഇട്ട് ടാസ്ക് ഒന്നും ചെയ്യാതെ അവിടെ ഞാൻ എന്റെ കോവിലത്തെ റാണി ഇരിക്കുന്ന മാതിരി ഇരുന്നായിരുന്നെങ്കിൽ ഞാൻ ബിഗ് ബോസിന്റെ 65 ഡേയ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യൂല. ബിഗ് ബോസിൽ ഇത്രയും നാളെ നിന്ന് ശരണ്യ അഭിനയിക്കുവാന്ന് ഞാൻ പറയാം. കാരണം ഈ ശരണ്യ ഞാൻ കണ്ടില്ല അവിടെ. ഈ ശരണ്യ ഞാൻ അവളെ കണ്ടിട്ടില്ല. കാരണം താങ്കൾ എന്നെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രൊവോക്ക് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം അങ്ങനെ പ്രൊവോക്ക് ചെയ്തൊരു വീഡിയോ ഞാൻ കാണിക്കട്ടെ? കാണിക്കൂ. അതൊരു 1.5 പ്രൊവോക്ക് ആയി പോയി കേട്ടോ. അല്ല, ഞാനൊരു വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ സീസണില്, ഇതിൽ മുന്നത്തെ സീസണില് പല വസ്ത്രങ്ങളും ഇട്ട ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഇത്ര സംസാരം, അത് ഇതൊക്കെ മേളെ ഉള്ള ഡ്രസ്സുകളായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല ഈ അജി. അതിനെപ്പറ്റി അജിയും പറയാത്തത് ഈ സീസൺ 6 അത് സീസൺ 6 ആയ വസ്ത്രങ്ങൾ മാറുമോ? മാറത്തില്ല. പിന്നെ ശരണ്യ ആ ഡ്രസ് ഇട്ടു, ശരണ്യ എന്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, അന്ന് ഞാൻ വന്നിരുത്തിയതാ, ഞാൻ കൊണ്ടിരുത്തിയതാ. അതെ, അന്ന് വസ്ത്രം ഇട്ടവർ എന്റെ മുന്നിൽ വന്നിരുന്നു. ഇതുപോലെ ഞാൻ ചോദിച്ചേനെ, എന്ത് ചോദിച്ചു വസ്ത്രധാരണത്തെ പറ്റി. അല്ല, ഇതിപ്പോ ഞാൻ എൻറ്റയർ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, അജിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അജി മനസ്സിലാക്കുന്നില്ല. അജി ഇപ്പൊ റിപ്പീറ്റഡ്ലി പറഞ്ഞ് എന്റെ ഹൃദയത്തിലുള്ള അജിന്റെ സ്ഥാനം കളഞ്ഞിരിക്കുകയാണ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് മാറ്റർ. ഞാൻ പറഞ്ഞു, ഞാൻ ബ്രാൻഡിനെയാണ് അവിടെ കൊണ്ടുവന്നതും ബ്രാൻഡിനെ എത്ര നല്ല മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനായിട്ടുള്ള നല്ല ഫിഗറുണ്ട്. ഞാൻ ഏത് കോസ്റ്റ്യൂം ഇട്ടാലും പെർഫെക്റ്റ് ആയിട്ട് സൂട്ട്സ് മീ. അത് ജനങ്ങളുടെ കണ്ണിൽ വരെ എത്തിച്ചേർന്നുണ്ടെങ്കിൽ, അവരെന്നെപ്പറ്റി ടോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഇത് ഇനി ഈ ടോപ്പിക്കില് പുറത്തുള്ള ഇനിയുള്ള തലമുറകൾക്ക് എനിക്ക് പറയാനുള്ള കാര്യമാണ് കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ പണ്ട് കാലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള തലമുറകൾ നല്ല രീതിയിൽ അങ്ങനത്തെ ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടില്ല.
മോഡേൺ ഡ്രസ്സും ട്രഡീഷണലും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മൈൻഡ് ആയിരിക്കണം ഇനിയുള്ള പിള്ളേർക്കും ഇനിയുള്ള സമൂഹത്തിൽ മുന്നോട്ടുള്ള ആൾക്കാർക്ക് കാഴ്ചപ്പാടുണ്ടാവണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അജിയുടെ മാറ്റം അല്ല, ശരണ്യ പറഞ്ഞതിൽ എനിക്കൊന്നും തിരുത്തില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ തലമുറ ഷോർട്സ് ഇടുന്നവരുണ്ട്, ജിം വെയർ ഇടുന്നവരുണ്ട്. അവരാരും ബിഗ് ബോസിലല്ല ഇടുന്നത്. അത് ഇത്രയും ലക്ഷങ്ങൾ കാണുന്ന ഒരു ഷോയിലല്ല ശരണ്യ ഇടുന്നത്. ബിഗ് ബോസിൽ ഇട്ടാൽ അജി, ബിഗ് ബോസിൽ ഇട്ട എന്താ പ്രശ്നം? ബിഗ് ബോസ് എന്താണ്? ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്താണ്? നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ, നമ്മൾ നമ്മളായിട്ട് പ്രസന്റ് ചെയ്യാൻ, നമ്മൾ നമ്മളായിട്ട് എന്താ പറയാ 100 ദിവസം ഹെൽത്തി വേയിൽ കളിക്കാനുള്ള പ്ലാറ്റ്ഫോം ആണ്. അല്ല വഴക്ക് മാത്രം ഇടാനുള്ള പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. ടാസ്കില് മറ്റേ കണ്ണിനെസ് കാണിച്ച അതൊന്നും അല്ല. നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് ആണ് ബിഗ് ബോസ്. നല്ല രീതിയിൽ നല്ല മെസ്സേജ് കൊടുക്കണം എന്നാണ് ബിഗ് ബോസിൽ ലാലേട്ടൻ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരണ്യ പറയുന്നത് എന്റെ വീട്ടുകാർക്കും എന്റെ ഹസ്ബൻഡിനും കുഴപ്പമില്ല, പിന്നെ നിനക്കാണോ കുഴപ്പം? എനിക്ക് തോന്നുന്നു പാതി നാട്ടുകാർക്കും പ്രശ്നമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം. എനിക്കാ പ്രശ്നമില്ല, ഞാനത് അംഗീകരിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. ഈ പ്രവോക്ക് ഒരുപാട് ആളുകൾ ചെയ്യും, പക്ഷെ ശരണ്യ ചെയ്ത പ്രവോക്കിന് നല്ല ദേഷ്യം വരും. അതേത് പ്രവോക്കാ? അതൊന്ന് കാണിക്കട്ടോ വീഡിയോ ഒന്ന്. ഈ ചിരിച്ചോണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്നത് കേട്ടുണ്ടോ? അതാണിത്. മനസ്സിലായി. പ്രവോക്ക് ചെയ്തോ, നീ പ്രവോക്ക് ചെയ്തോ, നീ പ്രവോക്ക് ചെയ്തോ. മനസ്സിലായി. മനസ്സിലായത്. ഒന്നര പ്രവോക്കായിരുന്നു കേട്ടോ. ഇതിലോട്ട് എത്തപ്പെട്ടത് എങ്ങനെയാ ശരണ്യ? ഇത് പവർ റൂമിൽ ഇരുന്ന സമയത്തായിരുന്നു. പവർ റൂമിൽ ഇരുന്ന സമയത്ത് എന്താണ് ജാസ്മിൻ എന്തോ ഫുഡ് എടുത്ത് വെക്കുവോ, അങ്ങനെ എന്തോ ഒരു ഫുഡ് എടുത്ത് വെച്ചിട്ട് കഴിക്കാതെ ഇരുന്നിട്ട് നമ്മൾ ആ ഫുഡ് എടുത്ത് കളയ ചെയ്തിട്ട് ജാസ്മിൻ പറഞ്ഞു, ഞാനല്ലല്ലോ ഫുഡ് എടുത്ത് വെക്കാൻ പറഞ്ഞത്, ഞാൻ ഫുഡ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ എടുത്തു വെച്ചത് ഗബ്രി. അതെ, ഗബ്രിക്ക് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ജാസ്മിന് മുന്നേ. അങ്ങനെ പവർ ടീം ആർക്കും ചുമ്മാ ഇങ്ങനെ സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കത്തൊന്നുമില്ല. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതാരായാലും. ഒരു കാര്യം പറയട്ടെ, ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുക. ചേട്ടന് നമ്മുടെ ചിക്കന്റെ എല്ല് വെച്ച് തന്നാ ചേട്ടൻ കഴിക്കുവോ? ഇല്ല, ദശ വേണം. ദശ വേണമല്ലോ. നമ്മൾ അങ്ങനെയാണ്, ചിക്കൻ ഫുള്ള് ദശയായിട്ടൊക്കെ കഴിക്കും. എല്ലാം കടിക്കും കേട്ടോ, ഇല്ലെന്നൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ സാഹചര്യം കിട്ടുമ്പോൾ ദശ കഴിക്കാനാണ് ഇഷ്ടം അല്ലേ? ബിഗ് ബോസ് ഹൗസില് നമ്മൾ ഇത്ര അംഗങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലും കഷ്ണം മാത്രമാണ് കിട്ടുന്നത്. അതും 2 പീസ് എല്ലായിരിക്കും. അല്ലല്ലോ പോയിരിക്കുന്നത്, ആണല്ലോ, അറിയാമല്ലോ. ആ എല്ല് കഴിച്ചുകൊണ്ട് നമ്മൾ 65 മറ്റേ പ്രോട്ടീനും ഇതൊക്കെ ബിൽഡ് പോലെ ഇരുന്ന് നമ്മൾ ടാസ്ക് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെഞ്ചത്തോട്ട് ഒരു കൊള്ളലാണ്. അതെ, കാരണം നമ്മൾ പോലും കഴിക്കാതെ വെച്ചായിരിക്കും ഫുഡ്. മനസ്സിലായോ? അപ്പം ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫുഡ് അത് ഒരു വട്ടമല്ല, റിപ്പീറ്റഡ്ലി ആയിട്ടുണ്ട്. റിപ്പീറ്റഡ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാരണം എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം, ഇത് വിഷയം സംസാരിച്ച സമയത്ത് ഇവൻ സീനിലില്ലാത്ത ഇവനാണ് ആർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്? ജാസ്മിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ ആ ഫൈറ്റ് ചെയ്തപ്പോൾ നീ എന്തിനാടാ ഇടയ്ക്ക് കയറുന്നത് എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവൻ എന്നോട് ചൊറിയാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ വിടുവോ? അപ്പം പിന്നെ ഞാൻ കൊടുത്തു. കാരണം പവറുടെ ഫേസ് കാണണമല്ലോ ആൾക്കാർക്ക്. അപ്പം ഞാൻ പവറിന്റെ ഫേസ് അല്ല, എനിക്കത് പ്രാക്ടിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത കാര്യം ആയതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യം എനിക്ക് ലോജിക്കലി ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ ആ പ്രവോക്കിന്റെ ഒരു അംശം ആണ് ഇത് കണ്ടത്. ഗബ്രി ജാസ്മിന്റെ ജീവിതം ഇല്ലാതാക്കിയതിൽ ഗബ്രിക്ക് പങ്കുണ്ടോ? 2 പേർക്കും പങ്കുണ്ട്. എന്നാലും ഒന്ന് ആലോചിക്കുമ്പോൾ, ഞാൻ ഹൗസിലുള്ള വ്യക്തിയാണെന്ന് ചിന്തിക്കുമ്പം, ജാസ്മിൻ നമ്മുടെ ഗബ്രി ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറയുന്നുണ്ട്, എന്റെ ഗെയിം കഴിഞ്ഞു, ഞാനെല്ലാം അവിടെ ഉപേക്ഷിക്കുന്നു. ശരണ്യ ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്തെടുത്ത് ഗബ്രി പറഞ്ഞു, ജാസ്മിന്റെ മാത്രം പറഞ്ഞില്ല. അപ്പം ജാസ്മിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ജാസ്മിന്റെ പേര് പറയാൻ എങ്ങനെ ഉപേക്ഷിക്കുന്നത്? അതിന് ഗബ്രി പറഞ്ഞ ഉത്തരം, ഞാൻ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോട് യാത്ര, പിന്നെ പറഞ്ഞില്ല. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവർക്ക് പുറത്തറിയായിരുന്നു, അത് വെളിപ്പെടുത്തുകയും ചെയ്തല്ലോ. നിങ്ങൾക്ക് തോന്നിയിരുന്നു, കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ശരണ്യക്ക് തോന്നി ഇത് പ്രണയമായിരുന്നെന്ന്? ഉള്ളത് പറയണം കേട്ടോ. എന്നോട് ചോദിച്ചാൽ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. മനസ്സിലായോ? ലവ് എന്ന് പറയുന്നത്, കാരണം ഞാൻ
ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിനെ. സോ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 2.5 years. ഞങ്ങളുടെ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മരിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ പ്രണയം തീരുന്നില്ല. ഞങ്ങളുടെ പ്രണയം കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആണ്. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളുടെ തീർന്നിട്ടില്ല. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ലവ് ഒരു ദിവസം കൊണ്ട് ആവത്തില്ല. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരാളോട് ഐ ലവ് യു എനിക്കാവത്തില്ല. ആർക്കും പറ്റത്തില്ല. അതെനിക്ക് അപ്പം എനിക്ക് വേറെ ആൾക്കാരെ അറിയില്ല. പക്ഷെ എൻ്റെ ഒരു കൊച്ചു അറിവ്, എൻ്റെ ചെറിയൊരു അറിവിൽ ഇത് ചെറിയ അറിവാന്നൊന്നും പറയല്ലേ, ഒരു ദിവസം കൊണ്ട് പ്രണയിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പ്രണയത്തിന് ടൈം എടുക്കും. അപ്പൊ ഇത് അവരുടെ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ, അവരുടെ ഗെയിം പ്ലാൻ ആയിരുന്നോ? എന്തായാലും ചീറ്റിപ്പോയി, അത് പറയാൻ പറ്റും. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുഖംമൂടിയാണോ എന്ന് പറയുന്ന ശരണ്യ? മുഹമ്മൂടി ആണോ എന്ന് ഏറ്റവും കൂടുതൽ മുഹമ്മൂടി ആണോ അല്ലെങ്കിൽ എന്താ ഗെയിം അറിയാനായിരിക്കും ചിലപ്പം ജനങ്ങൾ ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം, സ്വന്തം ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ബ്ലോക്ക് വരുന്നു. ജാസ്മിൻ സിമ്പിളായിട്ട് പറയുന്നു, ലാലേട്ട ഒരു ബ്ലോക്കേ ഉള്ളൂ. ആ ജാസ്മിൻ തന്നെ ഗബ്രി പോയപ്പം ഫോട്ടോ എടുത്ത് കരയുന്നു. ഗെയിം വരുമ്പോ ആ കരച്ചിൽ മാറ്റുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോഴും പറയാം, ജനങ്ങള് പൊട്ടന്മാരല്ല. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ എന്ത് കാണിച്ചാലും ജനങ്ങൾക്ക് മൂളയുണ്ട്. ജനങ്ങൾ അത് തിരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ 23 വയസ്സുകാരിയുടെ ഒരു ബോധമേ ജാസ്മിനുള്ളൂ. പുറത്ത് വെച്ച് ജാസ്മിൻ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. അത് ഞാൻ പറയാം, റിലേഷൻ ഉണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രിയുമായിട്ട് അടുത്തെന്ന് അറിഞ്ഞപ്പം ആ വ്യക്തി മാറി. ഗബ്രിയുടെ ജാസ്മിനെയും തമ്മി പിരിച്ചത് ശരണ്യാന്ന് ഞാൻ പറഞ്ഞ എന്ത് പറയും? അവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവന്നത്. തീർച്ചയായും ഗബ്രി ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഞാൻ വന്നപ്പോൾ ഞാൻ കാണുന്ന ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ഭയങ്കരമായിട്ട് കെമിസ്ട്രി ബിൽഡ് ആവുന്നത് ഞാൻ കണ്ടു. 2 പേരിൽ, ഗബ്രി ജാസ്മിൻ. ഓക്കെ, അപ്പോൾ അവർ ഇങ്ങനെ അവരൊക്കെ ചിരികളി തമാശ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ വേ ഓൺ അവരുടെ രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് വന്നപ്പോൾ എന്നോട് ഒരു ചോദ്യം ഗബ്രിയാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ഗബ്രി എന്നോട് ചോദിച്ചു, ശരണ്യ ചേച്ചി, ഞങ്ങൾ 2 പേരുടെ റിലേഷൻ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഡ്യൂഡ്, നിങ്ങൾ ലവ് ആയാൽ എന്താ, ലവ് ആയില്ലെങ്കിൽ എന്താ, എനിക്കെന്താ പ്രശ്നം? എന്റെ മാറ്റർ അല്ല. ഞാൻ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ്. നിങ്ങൾ ലവ് ചെയ്യോ ലവ് ചെയ്യാണ്ടിരിക്കോ അത് നിങ്ങളുടെ ലുക്ക് ഔട്ടാണ്, എൻ്റെ ലുക്ക് ഔട്ട് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റ് പറഞ്ഞു. എനിക്കൊന്നും നിങ്ങളുടെ മാറ്ററിൽ എനിക്ക് ഇന്റർഫിയർ ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല ആക്ച്വലി. ഫോർ മീ ദിസ് ഇസ് നോട്ട് ലവ്. അതാണ് എൻ്റെ ബ്രെയിനിൽ. ഫോർ മീ ദിസ് ഇസ് നോട്ട് ലവ്. അത് എനിക്ക് അവരോട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവരിവിടെ ഗെയിം കളിക്കുക, അവരുടെ ഓൺ വേയിൽ അവർ കളിച്ചോട്ടെ. ലേറ്റർ ഓൺ ഇതിങ്ങനെ പോയി. പിന്നെ അവരുടെ ഇത് ഞാൻ പറയട്ടെ, ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവറാണ്. നമ്മൾ ലവ് എന്ന് പറയുന്നത് ഇങ്ങനെ കാഴ്ച വസ്തു ആക്കത്തില്ല. ഒരു ജെനുവിനിറ്റി ഉണ്ടാവും. ജെനുവിൻ ആയിരിക്കും. പിന്നെ ദ വേ വി ടച്ച്, ദ വേ വി ടോക്ക്, അതിലൊക്കെ ഒരു പ്യൂരിറ്റി ഉണ്ടാവും. അതിലൊരു 2 സോൾസിന്റെ ഒരു ജെനുവിനിറ്റി ഉണ്ടാവും. ഇതൊന്നും എനിക്ക് ആ സോളുകളിൽ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് കേട്ടോ, എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു പോയിന്റിൽ തോന്നി ഇവര് മറ്റേ പുറത്തുനിന്ന് ട്രയാങ്കിൾ വെച്ചിട്ടുള്ള കളിയാണെന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ അതിന്റെ പുറകെ പോയില്ല. കാരണം ജനങ്ങൾക്ക് എന്തായാലും നല്ല ബുദ്ധിയുള്ള ജനങ്ങളാണ് പുറത്ത്. പക്ഷെ ഇവിടെ നഷ്ടം ജാസ്മിന് മാത്രമേ ഉള്ളൂ. ഗബ്രി ഇറങ്ങി, ഗബ്രി ഫ്രണ്ടാന്ന് പറയുന്നു. ഇനി ജാസ്മിൻ ഇറങ്ങുമ്പോൾ അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ട്? ഇപ്പൊ ഞാൻ പറയട്ടെ, ജാസ്മിന് ഒരു സപ്പോർട്ട് വേണമായിരുന്നു. മനസ്സിലായോ? അപ്പം ഫോർ എക്സാമ്പിൾ ജാസ്മിൻ വാക്കുകൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്യാനും സാമർഥ്യമുണ്ട്, പക്ഷെ ഗെയിംസ് കൊണ്ടില്ല. ഗബ്രിക്ക് ഗെയിംസ് കൊണ്ടുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, വാക്കുകൊണ്ടും ഉണ്ട്. അപ്പൊ ഇവർ 2 പേരും ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ആരും ആ ഹൗസിൽ കണ്ടിട്ടില്ല. അവർ 2 പേരും എപ്പോഴും കമ്പൈൻ ആയിട്ടാണ് കളിക്കുന്നത്. മനസ്സിലായോ? ശരണ്യ, അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഞാനിത് ചോദിക്കാൻ കാരണം, ആ അഖിൽമാരാര് ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളല്ലേ? ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക? എന്റെ പേരായാൽ
പേരെടുത്തോ, എന്റെ പേരെടുത്തോ, ശരണ്യ എന്ന് പറഞ്ഞെടുത്തോ. ശരണ്യ സ്ത്രീയാണ്. സമൂഹത്തിൽ നല്ല ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു പേരും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെടുത്തോ. ഇതുപോലെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുക. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളയും ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാ എന്നെ? എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ്. പറയാൻ ഉത്തരവില്ല. അല്ലല്ല, ഇൻഡിവിജ്വൽ കാര്യം. ഹലോ ബ്രോ, ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനാണോ വിളിച്ചത്? ആണോ? അപ്പൊ അത് ചോദിച്ചാൽ മതി. ശരണ്യനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി. അഖിൽ മാറാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ, എന്നോട് ചോദിക്കണ്ട. ശരണ്യ ആ ലിസ്റ്റിലില്ല. ഓക്കെ.